Hi friends, Learn at Homeന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അവയർനെസ് ടോപ്പിക്സ് ആണ്. ഏതൊരു PSC എക്സാമിനും ചോദിക്കുന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന പാർട്ട്. ഒരു 10 ജനറൽ കമ്പ്യൂട്ടർ അവയർനെസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് എക്സാമിന്റെ കമ്പ്യൂട്ടർ അവയർനെസ് ക്വസ്റ്റ്യൻസിന്റെ 5 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ question. Bug means a logical error in a program, a syntax error in a program, grammar and spell check in a program, efficient document. ഈ സിൻടാക്സ് എററും ലോജിക്കൽ എററും റൺ ടൈം എററും ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞു തരാം. ഇതിനകത്ത് ഇതൊരു ജാവ പ്രോഗ്രാമാണ്. ജാവ പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, പക്ഷേ ഒരു പ്രോഗ്രാമിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അറിയണം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിനകത്ത് എല്ലാ സെന്റൻസിന്റെയും അവസാനം ഈ ബ്രാക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സെന്റൻസിന്റെയും അവസാനം സെമികോളൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെമികോളൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ മസ്റ്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനിച്ചു എന്ന് കമ്പ്യൂട്ടർ അറിയുന്നത് എങ്ങനെയാണ്? ഈ സെമികോളൻ കണ്ടിട്ടാണ്. അപ്പൊ ഈ സെമികോളൻ ഞാൻ ബൈ ചാൻസ് ഇടാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ അത് ഒരു എറർ കാണിക്കും. സെമികോളൻ ഇട്ടിട്ടില്ല എന്നുള്ള ഒരു എറർ കാണിക്കും. ഇതിനെ പറയുന്ന പേരാണ് സിൻടാക്സ് എറർ. ഇനി അടുത്തത് ഈ സെമികോളൻ ഇട്ടിട്ടില്ല, അത് സിൻടാക്സ് എറർ ആണെങ്കിൽ അടുത്തത് ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സം ഇസ് ഈക്വൽ ടു 10 into 20 എന്ന് എഴുതിയിട്ടുണ്ട്. സം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണത്തിന്റെ ആഡ് ചെയ്തിട്ട്, രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാണുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എഴുതിയപ്പോൾ 10 into 20 എന്നായിപ്പോയി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കില്ല. പക്ഷെ ഇത് യാതൊരുവിധ എറേഴ്സും കാണിച്ചിട്ടില്ല, പക്ഷെ ലോജിക്കലി ഇത് കറക്റ്റ് അല്ല. അപ്പോ ആ ടൈപ്പ് എറേഴ്സിനെ പറയുന്ന പേര് ലോജിക്കൽ എറേഴ്സ്. എന്നാൽ മൂന്നാമത് ഒരു ടൈപ്പ് ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് product is equal to 10 divided by 0 എന്ന് പറഞ്ഞാൽ 10 divided by 0, ഇതിനകത്ത് ലോജിക്കൽ എററും ഉണ്ട്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 10 divided by 0 ആണ്. അതുപോലെ തന്നെ ഈ 10 divided by 0 എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആൻസർ കിട്ടുമോ? കിട്ടില്ല. അത് റൺ ടൈം എറർ. നമുക്ക് ഔട്ട്പുട്ടേ കിട്ടില്ല. അത് വരുന്നത് ഔട്ട്പുട്ടേ വരാത്തത് റൺ ടൈം എറർ. അപ്പോൾ ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ലോജിക്കലി ബിഹൈൻഡ് ദ ലോജിക്ക് തെറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചതൊന്നേ, പക്ഷെ ഔട്ട്പുട്ട് എനിക്ക് ഇവിടെ കിട്ടുന്നത് 30 എന്ന് പറയുന്ന ആൻസറിന് പകരം 30 എന്നായിരുന്നു എനിക്ക് ആൻസർ കിട്ടേണ്ടിയിരുന്നത്. ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ട് ഇതായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 200 എന്നായിരിക്കും. 200 ആയിരിക്കും എനിക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത് ലോജിക്കൽ എറർ. എന്നാൽ ഇതിനകത്ത് 10/0 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലോജിക്കലി തെറ്റൊന്നുമില്ല. 10നെ 0 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഔട്ട്പുട്ടേ കിട്ടില്ല. അവിടെ എനിക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് ഡിവൈഡ് ബൈ 0 എന്ന് പറയുന്ന എറർ ആയിരിക്കും വരാൻ പോകുന്നത്. ഡിവൈഡ് ബൈ 0 എറർ ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതിനെ പറയുന്ന പേര് റൺ ടൈം എറർ, ഇതിനെ പറയുന്ന പേര് ലോജിക്കൽ എറർ, ഇതിനെ പറയുന്ന പേര് സിൻടാക്സ് എറർ. എറേഴ്സ് ഇൻ പ്രോഗ്രാംസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. ഇതിൽ സിൻടാക്സ് എറർ കറക്റ്റ് ചെയ്യുന്നത് കമ്പൈലർ ആണെങ്കിൽ ലോജിക്കൽ എറർ ആൻഡ് റൺ ടൈം എറർ കറക്റ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഡീബഗർ ആണ്. അപ്പോൾ എ സ്പെഷ്യൽ പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നത്, സിൻടാക്സ് എറർ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കമ്പൈലർ ആണെങ്കിൽ അടുത്തത് ഡീബഗർ എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ലോജിക്കൽ എറർ അല്ലെങ്കിൽ റൺ ടൈം എറർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ഡീബഗർ യൂസ് ചെയ്യുന്നത് ബ്രേക്ക് പോയിന്റ്സ് ആണ്. ബ്രേക്ക് പോയിന്റ്സ് എവിടെയുണ്ടോ അവിടെയെല്ലാം ഡീബഗർ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് വാല്യൂ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാം. അപ്പോ ഡീബഗർ എന്ന് പറയുന്നത് ആക്ച്വലി ബഗിനെ കണ്ടുപിടിക്കുന്നത് ഐഡന്റിഫൈ ദ ബഗ്. ഈ ബഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലോജിക്കൽ എറർ. ലോജിക്കൽ എററിന്റെ വേറൊരു പേരാണ് ബഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ കമ്പൈലേഴ്സും ഡീബഗേഴ്സിനെയും പറ്റി പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം.
Bug means a logical error in a program, a syntax error in a program, grammar and spell check in a program, and efficient documentation. അപ്പോൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമ്മുടെ ആൻസർ എന്താണ്? Bug is a logical error in a program. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ളതാണ്. കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഇസ് കോൾഡ് ഇന്റർപ്രറ്റിംഗ്, ട്രാൻസ്ലേറ്റിംഗ്, ഡീബഗിംഗ്, കമ്പൈലിംഗ്. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഡീബഗിംഗ് എന്താണ് ചെയ്യുന്നത്? ലോജിക്കൽ എറേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കമ്പൈലേഴ്സ് എന്ത് ചെയ്യുന്നു? സിന്റാക്സ് എറേഴ്സ് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ച് തരുന്നത് മാത്രമേ ഉള്ളൂ, അത് തനിയെ കറക്റ്റ് ചെയ്യില്ല. കമ്പൈലേഴ്സ് എറേഴ്സ് കറക്റ്റ് ചെയ്യത്തില്ല, എന്നാൽ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഡീബഗേഴ്സ് ആണ്. അപ്പോ ഇവിടെ ആൻസർ എന്താണ്? കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഇസ് കോൾഡ് ഡീബഗിംഗ്. അടുത്ത question. If you move the mouse pointer over an icon, you find information about this icon in a small rectangular box. This information is called a shortcut, background, tooltip, screensaver. ക്വസ്റ്റ്യനകത്ത് ഉദ്ദേശിച്ചത് നമ്മൾ ഏതെങ്കിലും ഒരു ഐക്കണിനകത്തേക്ക് ഐക്കണിന്റെ പുറത്ത് മൗസ് ഓവർ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൗസ് ജസ്റ്റ് ഒന്ന് മൗസ് പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ടിപ്സ് അതിനകത്ത് കിട്ടും. ഒരു റെക്ടാങ്കുലർ ബോക്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി വരും, നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വരും. ഇതിനെ എന്ത് പേര് വിളിക്കാം? ഈ ബോക്സിനെ, ഈ റെക്ടാങ്കുലർ ബോക്സിനെ പറയുന്ന പേരെന്താണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ റെക്ടാങ്കുലർ ബോക്സിനെ പറയുന്ന പേരാണ് ടൂൾ ടിപ്പ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് യു മൂവ് ദ മൗസ് പോയിന്റർ ഓവർ ആൻ ഐക്കൺ, ഐക്കണിന്റെ മുകളിലേക്ക് മൗസ് പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ യു ഫൈൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദിസ് ഐക്കൺ ഇൻ എ സ്മോൾ റെക്ടാങ്കുലർ ബോക്സ്. ദിസ് ഇൻഫർമേഷൻ ഇസ് കോൾഡ് എ, എന്താണ് നമ്മുടെ ആൻസർ? ടൂൾ ടിപ്പ്. ഇപ്പൊ പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇൻഫർമേഷൻ കാണുന്ന ചെറിയ റെക്ടാങ്കുലർ ബോക്സിനെ പറയുന്ന പേരാണ് ടൂൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് URL is Uniform Resource Locator, Uniform Resource Link, Uniform Registered Link, Unified Resource Link. ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വളരെയധികം പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് വളരെയധികം തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതുമായിരിക്കും. ഇതിന്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എപ്പോഴും PSC തരുന്ന ഓപ്ഷൻസിനകത്ത് ലൊക്കേറ്റർ എന്നുള്ളത് മാറി ലിങ്ക്, അല്ലെങ്കിൽ റിസോഴ്സ് എന്നുള്ളത് മാറി രജിസ്റ്റേർഡ്, ഇങ്ങനെ യൂണിഫോം മാറി യൂണിഫൈഡ്, ഇങ്ങനെ പല പല ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ തെറ്റിക്കരുത്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നുള്ളതാണ് URLന്റെ ഫുൾ ഫോം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് എന്താണ് മോഡം, റിപ്പീറ്റർ, എന്താണ് ഗേറ്റ്വേ, ബ്രിഡ്ജ്. ഈ 4 ഓപ്ഷൻസിനകത്തൊന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSCയിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കും വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യത്തേത് മോഡം. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് മോഡം. ഇതിലെ മോഡുലേറ്ററിലെ മോഡ് എടുത്തിട്ടുണ്ട് ആൻഡ് ഡിമോഡുലേറ്ററിലെ DEM, അതിലെ D, ഈ മോഡും DEMഉം കൂടി ഒരുമിച്ച് ചേർന്നാണ് മോഡം എന്ന് പേരുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്. ഇത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് മോഡം എന്ന് പറയുന്നത്. ഈ മോഡം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് മോഡം യൂസ് ചെയ്യുന്നത്. അപ്പൊ ആകെ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. മോഡത്തിന്റെ ഫുൾ ഫോം എന്താണ്? മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. അത് എന്തിനു യൂസ് ചെയ്യുന്നു? കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡം യൂസ് ചെയ്യാം. അടുത്തതായി പഠിക്കേണ്ടത് റിപ്പീറ്റർ ആണ്. റിപ്പീറ്റർ എന്താണ്? അതും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് തന്നെയാണ്. ഈ റിപ്പീറ്റർ ഒരു സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതായത് ഒരു നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് ഇപ്പൊ നമ്മുടെ വൈഫൈ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വൈഫൈ, ഈ വൈഫൈ നമുക്ക്
കുറേ സിഗ്നൽസ് തരും. ഈ സിഗ്നല് ചിലപ്പോൾ കുറച്ച് ദൂരെ എത്തിക്കഴിയുമ്പോഴേക്കും ആ സിഗ്നല് വീക്കായി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ സിഗ്നലിനെ സ്ട്രോങ് ആക്കാനായിട്ട്, ഈ സിഗ്നലിനെ അത് ഈ ആദ്യത്തെ പോലെ തന്നെ സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ് റിപ്പീറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ മോഡം പഠിച്ചു. മോഡം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് മോഡം യൂസ് ചെയ്യും. എന്നാൽ റിപ്പീറ്റർ എന്താ ചെയ്യുന്നത്? സിഗ്നലിനെ സ്ട്രോങ്ങർ ആക്കാൻ, വീക്കായി വരുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയാണ് ചെയ്യുന്നത്. വീക്കായി വരുന്ന സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രോങ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് റിപ്പീറ്റർ ആണ്. ഇനി അടുത്ത് പഠിക്കേണ്ടത് ബ്രിഡ്ജ് എന്താണെന്നുള്ളതാണ്. എത്രയോ തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരേ നെറ്റ്വർക്ക്സിനെ, ഒരേ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രിഡ്ജ്. ഇതിനകത്ത് പഠിക്കേണ്ടത് ഒരേപോലുള്ള നെറ്റ്വർക്ക്സ്, ഇത് LAN ആണെങ്കിൽ ഇവിടെയും LAN തന്നെയാണ്. അപ്പോൾ ഒരേ നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബ്രിഡ്ജ്. എന്നാൽ തൊട്ടടുത്ത ഗേറ്റ്വേ എന്ന് പറയുന്നത് എന്താണ്? ഗേറ്റ്വേ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. ഇത് നെറ്റ്വർക്ക് 1 ആണ്. നെറ്റ്വർക്ക് 1-നകത്ത് യൂസ് ചെയ്യുന്നത് ആപ്പിൾ ടോക്ക് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ട. പക്ഷേ ഡിഫറെന്റ് പ്രോട്ടോകോൾസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗേറ്റ്വേ. അപ്പോൾ ബ്രിഡ്ജ് എന്ത് ചെയ്യും? ഒരേ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, ഒരേ പ്രോട്ടോകോൾസിൽ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരേ പ്രോട്ടോകോൾസിൽ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ്. എന്നാൽ ഗേറ്റ്വേ എന്താണ്? ഡിഫറെന്റ് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് നെറ്റ്വർക്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗേറ്റ്വേ. ഇത് ആലോചിക്കാൻ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്. നമ്മൾ ചെറിയൊരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അതായത് നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ അപ്പുറവും ഇപ്പുറവും, ഇപ്പൊ റോഡ് സൈഡിനാണ് നമ്മുടെ വീടിന്റെ ഗേറ്റ് ഇരിക്കുന്നതെങ്കിൽ ഗേറ്റിന്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഗേറ്റിന്റെ ഇപ്പുറത്തെ സൈഡിൽ. എന്നാൽ ഗേറ്റിന്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിലോ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ. അപ്പൊ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഗേറ്റ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാനായിട്ട് ഇടയിലുള്ളത് ഗേറ്റ്. ഇതേപോലെ ബ്രിഡ്ജും നമുക്കൊരു സിമ്പിൾ കോഡ് വെച്ചിട്ട് ആലോചിക്കാം. അതായത് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനായിട്ട് കുറെ പേര് നിൽക്കുകയാണ്. ഇവര് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ഇതിന് പെട്ടെന്ന് വളരെ അധികം പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ക്രോസ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി, ആദ്യം സ്ത്രീകൾ മാത്രം ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് പുരുഷന്മാർ ക്രോസ് ചെയ്യുക. അതായത് ഒരേപോലുള്ള ആൾക്കാർ മാത്രം പോകുന്ന വഴിയാണ് ബ്രിഡ്ജ് എന്ന് ആലോചിക്കുക. നമ്മുടെ ബ്രിഡ്ജിനകത്ത് എപ്പോഴും ഒന്ന് ലേഡീസ് ആണെങ്കിൽ ലേഡീസ് മാത്രം പോവുക, ജെന്റ്സ് ആണെങ്കിൽ അവര് മാത്രം പോവുക. അതിനെ ബ്രിഡ്ജ് എന്ന് പറയും. എന്നാൽ ഗേറ്റ്വേ എന്താണ്? രണ്ട് രീതിയിലുള്ള പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ആൾക്കാർ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നതാണ് ഒരു ഗേറ്റ്. അങ്ങനെയെങ്കിലും ആലോചിക്കുക. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ടേംസ് ഒന്നും അറിയാത്തവര് ഈ രീതിയിലെങ്കിലും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓർത്തു വെക്കുക. കാരണം ഒരുപാട് പ്രാവശ്യം എല്ലാ പരീക്ഷകൾക്കും PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രിഡ്ജ്, ഗേറ്റ്വേ. ഈ രണ്ടും മാറി മാറി തന്നെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. The following device is used to connect two systems using different protocols. രണ്ട് പ്രോട്ടോകോൾസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഗേറ്റിന്റെ അപ്പുറവും ഇപ്പുറവും ഡിഫറെന്റ് പ്രോട്ടോകോൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഗേറ്റ്വേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മൾ ഇന്ന് കുറേയധികം കാര്യങ്ങൾ പഠിച്ചു. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.